അപ്പോൾ ഇതായിരുന്നില്ലേ തട്ടുകടക്കാരുടെ സീക്രട്ട് മസാല. തട്ടുകട സ്റ്റൈൽ ചിക്കൻ പൊരിച്ചത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് 1 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, ചിക്കൻ മസാല ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ, 1.5-2 സ്പൂണോളം. ഇനി നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണേ, ഞാൻ വീഡിയോയിൽ റെക്കോർഡായില്ല. ഇനി നമ്മൾ കുറച്ച് ഗരം മസാല, പിന്നെ അതേപോലെ തന്നെ കുരുമുളക്, പിന്നെ കുറച്ചധികം കോൺഫ്ലവർ ചേർത്ത്, പിന്നെ നമ്മുടെ ചിക്കനിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത്, പിന്നെ ഒരു മുട്ടയും വേണേ, മുട്ടയും ഉടച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില ചേർത്തിട്ട് പിന്നെ മല്ലിച്ചപ്പ്, പുതിന, അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇനി നമ്മൾ വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒന്ന് റെസ്റ്റിന് വെക്കുക. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചതിലേക്ക് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നും ഇട്ട് ഇതിലേക്ക് പൊരിച്ചെടുക്കുക. ഇത് പൊരിച്ചെടുത്ത് നല്ല ടേസ്റ്റാണ്. കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചിടണേ, അതാണ് ഇതിനെ ടേസ്റ്റ് കൂട്ടുന്നത്. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ പൊരിച്ചത് റെഡി. ഇത് ഇത്രയും സിമ്പിളായിരുന്നു എന്ന് അറിഞ്ഞില്ല. ഇത്രയും കാലം തട്ടുകടയിൽ പോയി കഴിച്ചത് വെറുതെയായി. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നുള്ളത്. ചിക്കൻ ഫ്രൈ റെഡിയായ ഇതേപോലത്തെ കിടിലൻ റെസിപ്പിക്ക് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ.